സ്വാഗതം. ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. എൻ്റെ വീട് ബത്തേരിയാണ്. അപ്പം ഞങ്ങൾ ബത്തേരിയിലേക്ക് പോകുന്നതും പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചുരം കയറുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ പുതപ്പ് കൈ കയറിയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വേഗം വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പൂസ് ഈ പറയുന്നത് എന്താണെന്നറിയോ? അപ്പൂസ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവൾക്ക് ബത്തേരിയിലേക്ക് പോകുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ എക്സൈറ്റ്മെന്റിൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ബെഡ് കണ്ട ബോധം കിടന്ന് പറയുന്ന പോലെയാണ് കേട്ടോ അപ്പൂസിന്റെ അവസ്ഥ. വണ്ടി കയറി അപ്പ കിടന്നുറങ്ങോളെ. ഞങ്ങൾ ചുരത്തിലെത്തുമ്പോ ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴും അപ്പൂസ് നല്ല ഉറക്കാട്ടോ. പുതപ്പൊക്കെ പൊതിച്ച് നല്ല സുഖമായി കിടന്നുറങ്ങുന്നു. അങ്ങനെ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ വലിയ വണ്ടികളൊക്കെ തിരിക്കുമ്പോ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളേ. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറി മുകളിലെത്തിയപ്പോ താഴോട്ടേക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഗൈസ്. മറ്റേ എന്താ പറയാ, കോടമഞ്ഞില്ലേ, ആ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്താ പറയാ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിൽ കാണാൻ. ആ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പൂസിനെ ഞങ്ങൾ എണീപ്പിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് ഈ ചുരം ഇറങ്ങി അങ്ങ് പോയതിന് ശേഷം പിന്നെ ഈ ബോർഡ് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ എപ്പോഴും ഇവിടെ പൈസ എന്തെങ്കിലും ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകാറ്. ഏട്ടന് ഭണ്ഡാരത്തിൽ പൈസ ഇടുന്ന സമയത്ത് അപ്പൂസ് ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നേ. ഒച്ചയിൽ ഭയങ്കര ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മണിച്ചിറത്തിയപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഏട്ടൻ അങ്ങനെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അധികം ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് പോക്കെ. ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ സാധനം വാങ്ങാൻ വന്നതാണ്. പിന്നെ അച്ഛൻ സാധനം വാങ്ങാൻ പോയി. ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയിട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ടല്ലോ മനസ്സിനുള്ള ഒരു സമാധാനം. അത് ഈ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ, നമ്മളെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സമാധാനം. നേരെ ഞാൻ അടുക്കളയിലേക്കാണ് പോയത് കേട്ടോ. അടുക്കളയിൽ പോയപ്പോൾ അതാ കടലക്കറി നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ അടുക്കളേൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളേൻ്റെ പണിയൊക്കെ ഒന്ന് വെറുതെ പോയി നോക്കിട്ടോ. അപ്പോഴേക്കും അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും ഒരുവനും കൂടി പണീൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്മ പിന്നെ അപ്പോഴേക്ക് കാപ്പി ഉണ്ടാക്കി തന്നു. കാപ്പി ഞാൻ പിന്നെ സിറ്റൗട്ട് പോയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് സമാധാനം. കുറേ കാലമായിട്ടോ ഞാനിവിടെ അമ്പലത്തിൽ പോയിട്ട് സമയം കിട്ടാറില്ല സത്യത്തിൽ. എന്നും 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒക്കെ ആയിട്ടോ വരാറ്. അപ്പം എന്തായാലും ഇപ്രാവശ്യം വന്നപ്പോൾ ഒന്ന് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അച്ഛനും മോളും കൂടി അമ്പലത്തിൽ പോവുകയാണ്. മണിച്ചിറത്തിയപ്പോൾ ആൻറ്റീനെ കണ്ടു കേട്ടോ. എന്നിട്ട് ആൻറ്റീനോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. ആദ്യം തന്നെ പോയത് നരസിംഹ ക്ഷേത്രത്തിലേക്കാണ്. പണ്ട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാട്ടോ പോകാറ്. ഇത് ഞങ്ങളെ നരസിംഹ ക്ഷേത്രത്തിലെ സ്വന്തം മാമനാണ്. എൻ്റെ അച്ഛൻ ഈ അമ്പലത്തിന്റെ കുറെ പണികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ അമ്പലത്തിലുള്ള ആൾക്കാരെയൊക്കെ അച്ഛൻ അറിയുന്നോണ്ട് തന്നെ ഞങ്ങൾക്കും അറിയാം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ ഷീട്ടാക്കിയിട്ട് തൊഴുതിറങ്ങിട്ടോ. അപ്പോസ് തൊഴുതിറങ്ങിയിട്ട് നേരെ ഓടുന്നത് കണ്ണാടിന്റെ അടുത്തേക്കാട്ടോ. അവക്ക് ചന്ദനൊക്കെ തൊടണമെങ്കിൽ കണ്ണാടിയിലൊക്കെ നോക്കി തരണം കേട്ടോ, അല്ലെങ്കിൽ ഫോൺ കാണിച്ചു. ഇതിൽ കുറച്ചേരം കൂടി നിൽക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ. അമ്മേനെയും കണ്ട് തൊഴുതിറങ്ങിയപ്പോൾ മനസ്സിന് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടിയതുപോലെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയി ഇവിടേക്കും വന്നിട്ട്. ഉത്സവത്തിനൊന്നും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇപ്രാവശ്യം. ചന്ദനം തൊടാനാണെങ്കിൽ ഇവിടെ മിററൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ വേഗം ഫോണിൽ നോക്കിയിട്ട് തൊടുകയാണ് അപ്പൂസെ. ഞങ്ങളെ ബത്തേരിനെ കണ്ടോ ഗൈസ്? എന്തൊരു സുന്ദരിയാണല്ലേ ഞങ്ങളെ ബത്തേരി. ഇത്ര വൃത്തിയുള്ള കേരളത്തിൽ വേറെ ഏതെങ്കിലും ടൗൺ ഉണ്ടാവുമോ? ഞാനൊരു ബത്തേരിക്കാരിയാണെന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമാണേ. വീട്ടിൽ ചെല്ലുമ്പോൾ ഏട്ടൻ നല്ല സുഖമായി ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനും അച്ഛനും മോളും കൂടി ചായ കുടിച്ചു. കടലക്കറിയും പുട്ടും ചിക്കൻ ഫ്രൈയും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ. അച്ഛൻ ചിക്കനൊന്നും കൂട്ടിയില്ല. അച്ഛന് വൈകുന്നേരം ഒന്നും കൂടി അമ്പലത്തിൽ പോവാണ്ട് അനിയനെ എൻ്റെ ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അനിയന് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൻ അവിടെയാണ്. പിന്നെ അപ്പൂസിൻ്റെ ഡിയർ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, ബബ്ലു. അപ്പൂസിന് ഇവളെ കിട്ടിയാൽ മതി, പിന്നെ ഒന്നും വേണ്ട. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രണ്ടാളും കൂടി കളിയായിരുന്നേ. ഇവിടെ അവൾക്ക് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ബത്തേരിയിലേക്ക് പോകാൻ ഇത്രയ്ക്ക് ഇഷ്ടം. അപ്പോഴേക്കും ഇതാ സയർത്താത്തയും വന്ന് സയർത്താത്താനോടും അങ്ങനെ 2 കഥയടിച്ച്. എന്തായാലും ബബ്ബുലും അപ്പൂസും കൂടി പിന്നെ ക്യാരം ബോർഡ് കളിക്കായിരുന്നു കേട്ടോ കണ്ണൻ്റെ ടാബിൽ. അപ്പോഴേക്കും അമ്മി വന്നു കേട്ടോ. അമ്മി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ചലഞ്ച് ചെയ്യാമെന്നേ. അമ്മീനെ എന്താ പറയുക ജഡ്ജും ആക്കിയിട്ട് എന്തായാലും ബബ്ബുലും അപ്പൂസും കൂടി ചെയ്യുന്നൊരു ഡ്രോയിങ് ചലഞ്ചിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി ഒന്ന് കയറി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളിൽ തിരക്കായിരുന്നു കേട്ടോ. അമ്മ പയർ ഇങ്ങനെയാട്ടോ നന്നാക്കുക, കയ്യും കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇടുക. എൻ്റെ അമ്മച്ചനും പറയുമായിരുന്നു കേട്ടോ, പയറിൽ കത്തി തട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്ന്. അമ്മ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും ഇത് കത്തിയും കൊണ്ട് ഇങ്ങനെ അരിയുന്നതാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അച്ഛനും ഏട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് ടൈലെടുക്കാൻ പോയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇതാ ടൈലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നാളെ എൻ്റെ കുട്ടച്ഛൻ്റെ റിട്ടയർമെൻറ്റ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിനേക്കുള്ള അച്ചാറുണ്ടാക്കാൻ അമ്മ മാല
മാങ്ങേൻ്റെ തോല് ചെത്തി കൊടുക്കാൻ പറഞ്ഞേ. അപ്പം അങ്ങനെ ഞാൻ തോല് ചെത്തി കൊടുക്കുക കേട്ടോ. തോല് ചെത്തി കൊടുത്താൽ മാത്രം മതി. മാങ്ങ അരിയലൊക്കെ അമ്മ ആയിക്കോളൂ കേട്ടോ. അമ്മ അരിയുന്ന പോലെ നല്ല കുനുകുനെ നല്ല ഭംഗിയിൽ അരിയാനൊന്നും എനിക്കറിയില്ലേ. അതുകൊണ്ട് ഞാൻ മാങ്ങേൻ്റെ തോല് ചെത്തി കൊടുത്തിട്ട് അമ്മ ഇവിടെ നല്ലപോലെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അപ്പൂസും ബബിലും കൂടി വന്നിട്ട് കുത്തി വിളിച്ചുകൊണ്ടാവുന്നുണ്ട്. കടയിലേക്കാണ് കേട്ടോ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട്. അമ്മ മാങ്ങ അരിയുന്നുണ്ടോ ഗൈസ്, നല്ല കുനുകുനെ നല്ല ഭംഗിയിൽ അരിയുന്നുണ്ട്. ഇതേപോലെ ഒന്നും എനിക്ക് അരിയാൻ അറിയില്ല കേട്ടോ. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണെങ്കിലും എനിക്കിതേപോലെ ഒന്നും അരിയാൻ അറിയില്ല. പിന്നെ അതാ ഏട്ടനും അച്ഛനും കൂടി ഇവിടെ പണി തുടങ്ങി കേട്ടോ. ആ സ്ലാബിൻ്റെ മുകളിൽ ടൈലിടാനാണ്. അമ്മ എൻ്റെ ഇടയ്ക്ക് ചോറ് തിന്നാൻ കണ്ടപ്പോൾ ഞാനും ഒരു വായി വാങ്ങി കേട്ടോ. അമ്മ ചോറ് തിന്നുന്നുണ്ടെങ്കിൽ അതിലൊരു വായി തിന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലേ. അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു കുട്ടീൻ്റെ അമ്മയായിട്ടും ആ ശീലം മാറിയിട്ടില്ലേ. നമ്മുടെ ഈ അടുക്കളയൊക്കെ പൊളിച്ച് കളയാളെ കേട്ടോ. അടുക്കളേൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റേ സിങ്ക് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പൊളിച്ചതാണ്. അമ്മ എൻ്റെ ഇടയ്ക്ക് നാളത്തേക്കുള്ള പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അടുക്കളേൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന മുറ്റും ആകെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. അച്ചാറുണ്ടാക്കിയിട്ട് അമ്മേൻ്റെ അച്ചാറിന് കുറേ ഫാൻസ് ഉണ്ട്. ഈ മക്കളിവിടെ ഞാൻ വന്ന് കിടന്നപ്പോഴേക്കും വന്ന് പറയുന്നത് ചലഞ്ച് ചെയ്യാമെന്നാണ് കേട്ടോ. അവർക്ക് ചലഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 4-4:30 ആയിട്ടാട്ടോ ഏട്ടനും അച്ഛനും ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാനും കഴിച്ചു കേട്ടോ അവരുടെ കൂടെ. ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഉപ്പേരി അച്ചാർ ചർലാസ് ചിക്കൻ ഫ്രൈ സാമ്പാർ പപ്പടം ഇതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ്. അടുക്കളത്തെ സിങ്കൊക്കെ പൊളിച്ചുകൊണ്ട് പുറത്തുനിന്ന് കേട്ടോ പാത്രം കഴുകുന്നത്. ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്കാണ്ടോ ഏട്ടൻ വന്ന് കാട്ടിയത്. ഇതൊരു പ്രത്യേകതരം സൈക്കോ ആണേ. പിന്നെ ഞാൻ മുടിയൊക്കെ വേഗം കെട്ടിയിട്ട് പാത്രം കഴുകിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനും അച്ഛനും അവിടെ ടൈല് വെള്ളത്തിലിടേ അങ്ങനെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. മക്കൾ ഒളിച്ച് കളിക്കുന്നുണ്ട്. നല്ല അടിപൊളി വെയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് വേഗം പാത്രമൊക്കെ കഴുകി തീർത്തിട്ട് ഞാൻ വേഗം അടിച്ച് വാരിയാക്കൊന്നേ. അപ്പോഴേക്ക് ചായ കുടിക്കാൻ സമയമായി. അച്ചപ്പവും മുറുക്കും ചായയൊക്കെ ആയിരുന്നു കേട്ടോ. ഒന്ന് ചായക്ക് ഞാനും ചായ കുടിച്ചിട്ട് അവരെ കൂടെ. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല വല്ലാത്ത വിശപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും എടുത്ത് തിന്നണം. ഇത്രയായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്ക് ഏട്ടന് പുകയൊക്കെ ഇട്ടിട്ടുണ്ട് കൊതുവിൻ്റെ ശല്യം കൊണ്ട്. പിന്നെ ഞാനും അമ്മയും മോളും കൂടി വേഗം താഴേക്ക് പോയിട്ടോ. ഏട്ടനും അച്ഛനും പിന്നാലെ വരാമെന്ന് പറഞ്ഞു. പണിയൊക്കെ ഒന്ന് തീർത്തിട്ട് ദീദി മോളും കൂടി ഇവിടെ സ്നേഹപ്രകടനത്തിലാണ്. സ്നേഹപ്രകടനത്തിൽ ഇതാണ് കേട്ടോ എൻ്റെ കുട്ടിച്ചൻ. ഇതൊക്കെ കുട്ടിച്ചന് ഡിസ്പെൻസറിയിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. ആയുർവേദ ഡിസ്പെൻസറിയിൽ അറ്റൻഡറാണ് കേട്ടോ കുട്ടിച്ചൻ. ഇതൊക്കെ അവിടെ നിന്ന് റിട്ടയർമെൻറ്റിൻ്റെ ഇതുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടിയതാണ്. ഒരു ക്ലോക്കും അവർ കൊടുത്ത പ്രസൻറ്റേഷൻ ആണ് കേട്ടോ. ആൻറ്റി അമ്മയൊക്കെ അടുക്കളയിൽ പണിയിലായിരുന്നു കേട്ടോ. നാളത്തേക്കുള്ള പച്ചടി വെച്ച് വെക്കാനാണ് കേട്ടോ അമ്മ കാര്യമായിട്ടൊന്ന് വന്നത്. അപ്പോഴേക്ക് ഇതാ പൊന്നൂസും ബാപ്പു ഏട്ടനും മോളൊക്കെ വന്നു കേട്ടോ. കുഞ്ഞിപ്പുഴുവിനെ കണ്ടിട്ട് കുറേ ആയിട്ടോ ഞാൻ. അങ്ങനെ വേഗം അതിനെ പോയിട്ടൊന്ന് എടുത്തേ. ഞങ്ങൾ ഈ വയനാട്ടിലാകെ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെല്ലാവരും കൂടി കൂടുന്ന ഈ ഒരു സമയമൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി സമയമാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടിട്ട് അപ്പം അബി ചിരിപ്പിക്കുകയാണ് അവളെ. ഞങ്ങളെ കുടുംബത്തിൽ ഇനി 2 കല്യാണം വരാണ് കേട്ടോ. ആ കല്യാണത്തിൻ്റെ ചർച്ചയിലാണ് കേട്ടോ ഇവിടെ. എന്നാണ് വേണ്ടത്, 2 കല്യാണം ഉള്ളതുകൊണ്ട് എന്നൊക്കെ വേണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നേ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഇതാ ചായയും മിച്ചറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും ചായയൊക്കെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴാണെങ്കിൽ അപ്പൂസ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പാപ്പു അവളെ കൂടെ വരണം, പാപ്പു ഞങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നേ. പൂനാണെങ്കിൽ ഏട്ടനെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഏട്ടന് നിന്നെ കറി വെക്കും മുറിക്കും എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ആളാണെങ്കിൽ മേലേക്ക് വരുന്നില്ല. അപ്പൂസിനാണെങ്കിൽ പാപ്പൂനെ കൊണ്ടുപോയി വേണം. അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൂസെ. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ അവളെ അവിടെ നിർത്തി. ഏട്ടനോട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാനും അമ്മയും അച്ഛനും ഏട്ടനും കൂടി മേലേക്ക് പോയേ. ഞങ്ങൾ ചോറുന്നപ്പോഴാട്ടോ പിന്നെ ഇവർ വരുന്നത്. അപ്പൂൻ്റെ കരച്ചിലിന് എന്തായാലും കാര്യം ഉണ്ടായിട്ടുണ്ട്. പാപ്പൂന് എന്തായാലും ഇവിടെ നിൽക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൂസ് നല്ല ഹാപ്പി ആയിട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും എനിക്കറിയാം.